നമ്മുടെ ദേശീയ ഗീതം, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം എഴുതിയത് ആരാണെന്നറിയാമോ? ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതുപോലെ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണെന്ന് അറിയാമോ? വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠത്തിൽ നിന്നുമാണ്. ആനന്ദമഠത്തിൽ നിന്നുമാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ബുക്കുകളിൽ നോക്കിയാൽ നമുക്ക് എന്ത് കാണാം? സംസ്കൃതം ഒന്ന് കാണാം. പക്ഷേ ഏറ്റവും പുതിയ അറിവനുസരിച്ച് വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ഇതാണ് ബംഗാളി ഭാഷയാണ്. വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ച വർഷം എന്നാണ്? 1950 ജനുവരി 24-നാണ്. അതുപോലെ വന്ദേ മാതരത്തിൻ്റെ സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യാണ്. അതുപോലെ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ INC സമ്മേളനം ഏതാണ്? 1896 കൊൽക്കത്ത സമ്മേളനമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാ സർക്കാർ പരിപാടികളിലും അതുപോലെ രാഷ്ട്രപതിയും ഗവർണറും പങ്കെടുക്കുന്ന എല്ലാ പൊതുപരിപാടികളിലും വന്ദേ മാതരം ആലപിക്കണം എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുപോലെ സ്കൂളുകളിലും വന്ദേ മാതരം നിർബന്ധമായിട്ടും ആലപിച്ചിരിക്കണം എന്നൊരു നിയമവും കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ പതാക ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും എന്ത് ചെയ്യണം? വന്ദേ മാതരം ആലപിക്കണം. ദേശീയ ഗാനത്തിന് സമാനമായ ഒരു പ്രാധാന്യം വന്ദേ മാതരത്തിന് നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ വന്ദേ മാതരം ഒന്നുകൂടെ പറയാം, വന്ദേ മാതരം എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പക്ഷേ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. തെറ്റിപ്പോകാൻ. അതുപോലെ തന്നെ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അരവിന്ദ ഘോഷാണ്. അരവിന്ദ ഘോഷാണ്.